ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 9ാമത്തെ മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട 100 ചോദ്യോത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. മരുമക്കളോടുകൂടെ പുറപ്പെട്ട് യൂദായിലേക്കുള്ള വഴിയിലെത്തിയപ്പോൾ നവോമി മരുമക്കളോട് നിങ്ങൾ എങ്ങോട്ട് മടങ്ങിപ്പോകുവിൻ എന്നാണ് പറഞ്ഞത്? എ. സ്വഭവനങ്ങളിലേക്ക്, ബി. സ്വന്തം നാട്ടിലേക്ക്, സി. മാതൃഭവനങ്ങളിലേക്ക്, ഡി. ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക്. ഉത്തരം സി. മാതൃഭവനങ്ങളിലേക്ക്. ചോദ്യം 2. ഇത് നവോമിയോ എന്നു പരസ്പരം ചോദിച്ചത് ആരാണ്? എ. അയൽക്കാർ, ബി. സ്ത്രീകൾ, സി. ബന്ധുക്കൾ, ഡി. പട്ടണം മുഴുവൻ. ഉത്തരം ബി. സ്ത്രീകൾ. ചോദ്യം 3. റൂത്ത് ആരോട് കൂടെയാണ് ഭക്ഷണത്തിനിരുന്നത്? എ. ബോവാസിനോട് കൂടെ, ബി. ദാസിമാരോട് കൂടെ, സി. വേലക്കാരോട് കൂടെ, ഡി. കൊയ്ത്തുകാരോട് കൂടെ. ഉത്തരം ഡി. കൊയ്ത്തുകാരോട് കൂടെ. ചോദ്യം 4. അടുത്ത ബന്ധുവിൻ്റെ കടമ താൻ നിർവഹിക്കുമെന്ന് ബോവാസ് ആരുടെ നാമത്തിലാണ് സത്യം ചെയ്തത്? എ. കർത്താവിൻ്റെ, ബി. അത്യുന്നതൻ്റെ, സി. ദൈവത്തിൻ്റെ, ഡി. സർവശക്തൻ്റെ. ഉത്തരം എ. കർത്താവിൻ്റെ. ചോദ്യം 5. യൂദായ്ക്ക് ശേഷം എത്രാമത്തെ തലമുറയിലാണ് ദാവീദ് ജനിക്കുന്നത്? എ. 9ാമത്തെ, ബി. 7ാമത്തെ, സി. 10ാമത്തെ, ഡി. 5ാമത്തെ. ഉത്തരം സി. 10ാമത്തെ. ചോദ്യം 6. ജെസയുടെ പിതാവിൻ്റെ പിതാവ് ആരാണ്? എ. സൽമോൻ, ബി. ബോവാസ്, സി. നഹ്ഷോൻ, ഡി. രാം. ഉത്തരം ബി. ബോവാസ്. ചോദ്യം 7. അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു? എങ്ങനെയാണ് റൂത്ത് ഈ ചോദ്യം ഉന്നയിച്ചത്? എ. സാഷ്ടാംഗം നമിച്ചുകൊണ്ട്, ബി. സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്, സി. സാഷ്ടാംഗം വണങ്ങിക്കൊണ്ട്, ഡി. കുമ്പിട്ടു വണങ്ങിക്കൊണ്ട്. ഉത്തരം ബി. സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്. ചോദ്യം 8. ബോവാസ് എഫ്രാത്തയിൽ ഐശ്വര്യവാനാകട്ടെ എന്ന് ശ്രേഷ്ഠന്മാരും മറ്റാരുമാണ് പറയുന്നത്? എ. നഗര കവാടത്തിലുള്ളവരും, ബി. അയൽവാസികളും, സി. നഗര കവാടത്തിൽ നിന്നിരുന്നവരും, ഡി. നഗര കവാടത്തിൽ ഇരുന്നവരും. ഉത്തരം സി. നഗര കവാടത്തിൽ നിന്നിരുന്നവരും. ചോദ്യം 9. ജെസയുടെ മകൻ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 1 സാമുവേലിലെ വാക്യമേത്? എ. 1 സാമുവേൽ 17:16, ബി. 1 സാമുവേൽ 16:1, സി. 1 സാമുവേൽ 6:12, ഡി. 1 സാമുവേൽ 19:3. ഉത്തരം ബി. 1 സാമുവേൽ 16:1. ചോദ്യം 10. സോളമൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്ന 1 രാജാക്കന്മാരിലെ ഭാഗമേത്? എ. 1 രാജാക്കന്മാർ 4:29-31, ബി. 1 രാജാക്കന്മാർ 7:23-27 വരെ വാക്യങ്ങൾ, സി. 1 രാജാക്കന്മാർ 9:29-33 വരെ വാക്യങ്ങൾ, ഡി. 1 രാജാക്കന്മാർ 4:30-34 വരെ വാക്യങ്ങൾ. ഉത്തരം എ. 1 രാജാക്കന്മാർ 4-ാം അധ്യായം 29-31 വരെ വാക്യങ്ങൾ. ചോദ്യം 11. സഭാപ്രസംഗകൻ 1:15 വചനപ്രകാരം ആർക്കും കഴിയാത്തത് ഏത്? എ. ആയുസ് നീട്ടാൻ, ബി. എപ്പോഴും സന്തോഷവാനായിരിക്കാൻ, സി. ഇല്ലാത്തത് എണ്ണാൻ, ഡി. വളഞ്ഞത് നേരെയാക്കാൻ. ഉത്തരം ഡി. വളഞ്ഞത് നേരെയാക്കാൻ. ചോദ്യം 12 പൂരിപ്പിക്കുക. അതുകൊണ്ട് മനുഷ്യൻ തൻ്റെ ഡാഷ് ആസ്വദിക്കുന്നതിനേക്കാൾ മെച്ചമായി ഒന്നുമില്ലെന്നും അതുതന്നെയാണ് അവൻ്റെ ഗതിയെന്നും ഞാൻ മനസ്സിലാക്കി. എ. പ്രവൃത്തി, ബി. ജീവിതം, സി. സമ്പത്ത്, ഡി. അധ്വാനം. ഉത്തരം എ. പ്രവൃത്തി. ചോദ്യം 13. അധ്വാനഫലം നശിക്കാൻ ഇടയാക്കുന്നത് എന്താണ്? എ. ആർത്തി, ബി. അഹങ്കാരം, സി. വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുന്നത്, ഡി. പ്രവൃത്തികളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുന്നത്. ഉത്തരം സി. വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുന്നത്.
ചോദ്യം 14. സ്നേഹിക്കാൻ ഒരു കാലം ഡാഷ് ഒരു കാലം, യുദ്ധത്തിന് ഒരു കാലം, സമാധാനത്തിന് ഒരു കാലം പൂരിപ്പിക്കുക. എ. പിണങ്ങാൻ, ബി. ദ്വേഷിക്കാൻ, സി. അകലാൻ, ഡി. പിരിയാൻ. ഉത്തരം ബി. ദ്വേഷിക്കാൻ. ചോദ്യം 15. മനുഷ്യൻ എത്ര അധ്വാനിച്ചാലും അവന് അടങ്ങാത്തത് എന്താണ്? എ. ആഗ്രഹങ്ങൾ, ബി. സ്വപ്നങ്ങൾ, സി. ജീവിത വ്യഗ്രത, ഡി. വിശപ്പ്. ഉത്തരം ഡി. വിശപ്പ്. ചോദ്യം 16. അധ്വാനിക്കുന്നവന് അവൻ്റെ അധ്വാനം കൊണ്ട് എന്ത് ഫലമെന്ന് സഭാപ്രസംഗകൻ ചോദിക്കുന്നത് ഏത് വാക്യത്തിലാണ്? എ. സഭാപ്രസംഗകൻ 2:9, ബി. സഭാപ്രസംഗകൻ 5:10, സി. സഭാപ്രസംഗകൻ 3:9, ഡി. സഭാപ്രസംഗകൻ 1:7. ഉത്തരം സി. സഭാപ്രസംഗകൻ 3:9. ചോദ്യം 17. ദൈവം തൻ്റെ പ്രവൃത്തികൾ ശാശ്വതമാക്കിയിരിക്കുന്നത് എന്തിനാണ്? എ. മനുഷ്യർ തന്നെ അനുസരിക്കുന്നതിന്, ബി. മനുഷ്യർ തന്നെ ആരാധിക്കേണ്ടതിന്, സി. മനുഷ്യർ തന്നെ ഭയപ്പെടുന്നതിന്, ഡി. മനുഷ്യർ തന്നെ സ്നേഹിക്കുന്നതിന്. ഉത്തരം സി. മനുഷ്യർ തന്നെ ഭയപ്പെടുന്നതിന്. ചോദ്യം 18. മനുഷ്യൻ്റെ വ്യർത്ഥമായ ഹ്രസ്വജീവിതത്തെ വചനം എന്തിനോടാണ് ഉപമിക്കുന്നത്? എ. കാറ്റിനോട്, ബി. പുല്ലിനോട്, സി. കാർമേഘത്തോട്, ഡി. നിഴലിനോട്. ഉത്തരം ഡി. നിഴലിനോട്. ചോദ്യം 19. സഭാപ്രസംഗകൻ വിവേചിച്ചറിയാൻ ശ്രമിച്ചു പാഴ്വേലയാണെന്ന് കണ്ട കാര്യങ്ങളിൽ മൂന്നാമത് ഏതാണ്? എ. അറിവ്, ബി. ഉന്മത്തത, സി. സമ്പത്ത്, ഡി. അധികാരം. ഉത്തരം ബി. ഉന്മത്തത. ചോദ്യം 20. അധ്യായവും വാക്യവും ഏത്? തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നതിനേക്കാൾ നല്ലതായി മനുഷ്യന് വേറൊന്നില്ല. എ. സഭാപ്രസംഗകൻ 3:24, ബി. സഭാപ്രസംഗകൻ 2:24, സി. സഭാപ്രസംഗകൻ 4:25, ഡി. സഭാപ്രസംഗകൻ 5:11. ഉത്തരം ബി. സഭാപ്രസംഗകൻ 2:24. ചോദ്യം 21. സമ്പത്തും ഐശ്വര്യവും നേടിയാലും അത് അനുഭവിക്കാൻ സാധിക്കാത്ത അവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ലൂക്കാ സുവിശേഷത്തിലെ വാക്യമേത്? എ. ലൂക്ക 3:16, ബി. ലൂക്ക 2:7, സി. ലൂക്ക 12:20, ഡി. ലൂക്ക 11:4. ഉത്തരം സി. ലൂക്ക 12:20. ചോദ്യം 22. ജനിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പ്രതിപാദിക്കുന്ന വാക്യം ഏത്? എ. 1 Korinthos 5:6, ബി. ഏശയ്യ 28 മുതൽ 30 വരെ വാക്യങ്ങൾ, സി. 2 Korinthos 11:4, ഡി. ജോബ് 3:16. ഉത്തരം ഡി. ജോബ് 3:16. ചോദ്യം 23. അധ്യായവും വാക്യവും ഏത്? എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. ഇതും മിഥ്യയും പാഴ്വേലയുമാണ്. എ. സഭാപ്രസംഗകൻ 4:4, ബി. സഭാപ്രസംഗകൻ 3:4, സി. സഭാപ്രസംഗകൻ 3:5, ഡി. സഭാപ്രസംഗകൻ 3:6. ഉത്തരം എ. സഭാപ്രസംഗകൻ 4:4. ചോദ്യം 24. അധ്യായവും വാക്യവും ഏത്? ഒരുവന് കാരാഗൃഹത്തിൽ നിന്ന് സിംഹാസനത്തിലെത്താൻ കഴിഞ്ഞേക്കാം. അവൻ താനിപ്പോൾ ഭരിക്കുന്ന രാജ്യത്ത് ദരിദ്രനായി ജനിച്ചതാവാം. എ. സഭാപ്രസംഗകൻ 4:5, ബി. സഭാപ്രസംഗകൻ 4:6, സി. സഭാപ്രസംഗകൻ 3:9, ഡി. സഭാപ്രസംഗകൻ 4:14. ഉത്തരം ഡി. സഭാപ്രസംഗകൻ 4:14. ചോദ്യം 25. കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ് എന്ന് സുഖം പ്രാപിച്ചവനോട് ചോദിച്ചത് ആര്? എ. പുരോഹിതർ, ബി. യഹൂദർ, സി. ഫരിസേയർ, ഡി. നിയമജ്ഞൻ. ഉത്തരം ബി. യഹൂദർ. ചോദ്യം 26. ക്രിസ്തു എന്നേക്കും നിലനിൽക്കുമെന്നാണല്ലോ നിയമത്തിൽ കേട്ടിട്ടുള്ളത്. ആരാണ് ചോദിച്ചത്? എ. ജനക്കൂട്ടം, ബി. യഹൂദർ, സി. നിയമജ്ഞർ,
ഡി ഫരിസേയർ. ഉത്തരം എ ജനക്കൂട്ടം. ചോദ്യം 27 പൂരിപ്പിക്കുക. അവൻ പറഞ്ഞു, കർത്താവേ, ഡാഷ് എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ ഡാഷ് മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. എ വെള്ളമിളകുമ്പോൾ എഴുന്നേൽക്കുമ്പോഴേക്കും, ബി വെള്ളമിളകുമ്പോൾ എത്തുമ്പോഴേക്കും, സി കൈപിടിച്ച് എത്തുമ്പോഴേക്കും, ഡി വെള്ളമിളകുമ്പോൾ അറിഞ്ഞു വരുമ്പോഴേക്കും. ഉത്തരം ബി വെള്ളമിളകുമ്പോൾ എത്തുമ്പോഴേക്കും. ചോദ്യം 28 ആരാണ് ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് അന്ത്രയോസും പീലിപ്പോസും കൂടി ഈശോയെ വിവരമറിയിച്ചത്? എ യഹൂദ പ്രമാണികൾ, ബി മാതാവും സഹോദരരും, സി ഗ്രീക്കുകാർ, ഡി ജനങ്ങൾ. ഉത്തരം സി ഗ്രീക്കുകാർ. ചോദ്യം 29 അന്ത്യദിനത്തിൽ ആരാണ് വിധിക്കുന്നത്? എ പിതാവ്, ബി മോശ, സി യേശു പറഞ്ഞ വചനം, ഡി ദൈവത്തിൻ്റെ വചനം. ഉത്തരം സി യേശു പറഞ്ഞ വചനം. ചോദ്യം 30 ഒരു ധനാറ എത്ര? എ ഒരാഴ്ചത്തെ കൂലി, ബി ഒരു ഷെക്കേലിൻ്റെ 100-1, സി ഒരു ദിവസത്തെ കൂലി, ഡി ഒരു മാസത്തെ കൂലി. ഉത്തരം സി ഒരു ദിവസത്തെ കൂലി. ചോദ്യം 31 വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ഡാഷ് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? പൂരിപ്പിക്കുക. എ കാണുമെന്ന്, ബി സ്വന്തമാക്കുമെന്ന്, സി ദർശിക്കുമെന്ന്, ഡി അനുഭവിക്കുമെന്ന്. ഉത്തരം സി ദർശിക്കുമെന്ന്. ചോദ്യം 32 ഈശോ ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ പറഞ്ഞപ്പോൾ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് മനസ്സിലാക്കാതിരുന്നത് ആരാണ്? എ യഹൂദർ, ബി നിയമജ്ഞർ, സി ജനങ്ങൾ, ഡി ഫരിസേയർ. ഉത്തരം ഡി ഫരിസേയർ. ചോദ്യം 33 യേശു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? എ സത്യത്തിന് സാക്ഷ്യം നൽകാൻ, ബി ലോകത്തിന് ജീവൻ നൽകാൻ, സി ന്യായവിധിക്ക്, ഡി പാപമോചനത്തിന്. ഉത്തരം സി ന്യായവിധിക്ക്. ചോദ്യം 34 പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം ഡാഷ് പ്രവർത്തിക്കാൻ കഴിയും? പൂരിപ്പിക്കുക. എ അത്ഭുതങ്ങൾ, ബി നന്മ, സി അടയാളങ്ങളിലൂടെ, ഡി അടയാളങ്ങൾ. ഉത്തരം ഡി അടയാളങ്ങൾ. ചോദ്യം 35 യോഹന്നാൻ 8:11 സമാനമായ വാക്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വേറെ എവിടെയാണ് കാണുന്നത്? എ യോഹന്നാൻ 4:14, ബി യോഹന്നാൻ 7:15, സി യോഹന്നാൻ 15:14, ഡി യോഹന്നാൻ 5:14. ഉത്തരം ഡി യോഹന്നാൻ 5:14. ചോദ്യം 36 യേശു ആർക്കാണ് നിത്യജീവൻ നൽകുന്നത്? എ തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, ബി തൻ്റെ ആടുകൾക്ക്, സി തൻ്റെ വചനം പാലിക്കുന്നവർക്ക്, ഡി തന്നെ അനുഗമിക്കുന്നവർക്ക്. ഉത്തരം ബി തൻ്റെ ആടുകൾക്ക്. ചോദ്യം 37 ഏതെങ്കിലും ഡാഷ് മൂലമല്ല ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. പൂരിപ്പിക്കുക. എ നന്മ പ്രവൃത്തികൾ, ബി നല്ല വാക്ക്, സി നല്ല പ്രവൃത്തികൾ, ഡി സത്പ്രവൃത്തികൾ. ഉത്തരം സി നല്ല പ്രവൃത്തികൾ. ചോദ്യം 38 ഡാഷ് ആരുടെ അടുത്ത് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു. പൂരിപ്പിക്കുക. എ വചനം, ബി ദൈവസ്നേഹം, സി രക്ഷകൻ, ഡി ദൈവവചനം. ഉത്തരം ഡി ദൈവവചനം. ചോദ്യം 39 യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലം ഏത്? എ ജോർദാന് സമീപം, ബി ജോർദാൻ്റെ തീരത്ത്, സി ജോർദാൻ്റെ മറുകര, ഡി ജോർദാൻ്റെ കരയിൽ. ഉത്തരം സി ജോർദാൻ്റെ മറുകര. ചോദ്യം 40 ദൈവം ആരുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്നാണ് പറയുന്നത്? എ തിന്മ പ്രവർത്തിക്കുന്നവരുടെ, ബി അവിശ്വാസികളുടെ, സി പാപികളുടെ, ഡി അനീതി പ്രവർത്തിക്കുന്നവരുടെ. ഉത്തരം സി പാപികളുടെ. ചോദ്യം 41
ദൈവത്തിൻ്റെ കൽപ്പന എന്താണ്? എ. വചനം പാലിക്കുക. ബി. അവനിൽ വിശ്വസിക്കുക. സി. പുത്രനെ അനുഗമിക്കുക. ഡി. നിത്യജീവൻ. ഉത്തരം ഡി. നിത്യജീവൻ. ചോദ്യം 42. ആരാണ് ആടുകളുടെ വാതിൽ? എ. യേശു. ബി. യോഹന്നാൻ. സി. മിശിഹ. ഡി. മോശ. ഉത്തരം എ. യേശു. ചോദ്യം 43. യേശുവിൻ്റെ വാക്കുകൾ മൂലം ആരുടെ ഇടയിലാണ് ഭിന്നതയുണ്ടായത്? എ. ഫരിസേയരുടെ. ബി. നിയമജ്ഞരുടെയും സദുക്കായരുടെയും. സി. നിയമജ്ഞരുടെയും ഫരിസേയരുടെയും. ഡി. യഹൂദരുടെ. ഉത്തരം ഡി. യഹൂദരുടെ. ചോദ്യം 44. ഏതാണ് ശീതകാലത്തെ തിരുനാൾ? എ. കൂടാരത്തിരുന്നാൾ. ബി. പെസഹ തിരുനാൾ. സി. പ്രതിഷ്ഠയുടെ തിരുനാൾ. ഡി. പെന്തക്കുസ്ത തിരുനാൾ. ഉത്തരം സി. പ്രതിഷ്ഠയുടെ തിരുനാൾ. ചോദ്യം 45. നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. ആരുടെ വാക്കുകളാണിത്? എ. നിയമജ്ഞർ. ബി. യഹൂദർ. സി. ഫരിസേയർ. ഡി. പുരോഹിത പ്രമുഖർ. ഉത്തരം സി. ഫരിസേയർ. ചോദ്യം 46. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരാണ്? എ. നിയമജ്ഞരും ഫരിസേയരും. ബി. നിയമജ്ഞരും പുരോഹിതരും. സി. പുരോഹിതരും ലേവ്യരും. ഡി. യഹൂദരും ഫരിസേയരും. ഉത്തരം എ. നിയമജ്ഞരും ഫരിസേയരും. ചോദ്യം 47. യേശു സുഖപ്പെടുത്തിയ അന്ധനെ കണ്ടപ്പോൾ എന്താണ് ചോദിച്ചത്? എ. മിശിഹായിൽ നീ വിശ്വസിക്കുന്നുവോ? ബി. ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ? ഡി. മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? ഉത്തരം ഡി. മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? ചോദ്യം 48. അധികാരികളിൽ പലരും യേശുവിൽ വിശ്വസിച്ചെങ്കിലും ആരെ ഭയന്നാണ് അവരത് ഏറ്റുപറയാതിരുന്നത്? എ. പുരോഹിതരെ. ബി. നിയമജ്ഞരെ. സി. ജനക്കൂട്ടത്തെ. ഡി. ഫരിസേയരെ. ഉത്തരം ഡി. ഫരിസേയരെ. ചോദ്യം 49. യേശുവിനെ നിരസിക്കുകയും അവൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ആരുണ്ടെന്നാണ് യേശു പറയുന്നത്? എ. ന്യായാധിപൻ. ബി. വിധികർത്താവ്. സി. പിതാവ്. ഡി. ദൈവം. ഉത്തരം ബി. വിധികർത്താവ്. ചോദ്യം 50. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, എന്തെന്നാൽ അവൻ സാബത്ത് ആചരിക്കുന്നില്ല. ആരാണ് ഇത് പറഞ്ഞത്? എ. ഫരിസേയരിൽ ചിലർ. ബി. നിയമജ്ഞരിൽ ചിലർ. സി. യഹൂദരിൽ ചിലർ. ഡി. ജനങ്ങളിൽ ചിലർ. ഉത്തരം എ. ഫരിസേയരിൽ ചിലർ. ചോദ്യം 51. 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? എ. നിയമാവർത്തന പുസ്തകത്തിൽ. ബി. നിയമത്തിൽ. സി. സങ്കീർത്തനങ്ങളിൽ. ഡി. മോശയുടെ നിയമത്തിൽ. ഉത്തരം ബി. നിയമത്തിൽ. ചോദ്യം 52. അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവൻ്റെ മാതാപിതാക്കളെ വിളിച്ചു ചോദിക്കുവോളം വിശ്വസിക്കാതിരുന്നവർ ആര്? എ. ഫരിസേയർ. ബി. നിയമജ്ഞർ. സി. യഹൂദർ. ഡി. പുരോഹിതർ. ഉത്തരം സി. യഹൂദർ. ചോദ്യം 53. നിങ്ങളും അവൻ്റെ ശിഷ്യരാകുവാൻ ഇച്ഛിക്കുന്നുവോ? ആരാണ് ചോദിച്ചത്? എ. നിക്കോദേമോസ്. ബി. അന്ധനായിരുന്നവൻ. സി. ഫരിസേയൻ. ഡി. നിയമജ്ഞൻ. ഉത്തരം ബി. അന്ധനായിരുന്നവൻ. ചോദ്യം 54. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് പറയുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? ആരാണ് ഇങ്ങനെ ചോദിക്കുന്നത്? എ. സക്കേബൂസ്. ബി. ഒരു നിയമജ്ഞൻ. സി. ഒരു ഫരിസേയൻ. ഡി. നിക്കോദേമോസ്. ഉത്തരം ഡി. നിക്കോദേമോസ്. ചോദ്യം 55. എവിടെ നിന്നാണ് അതിരാവിലെ യേശു വീണ്ടും ദേവാലയത്തിലേക്ക് വന്നത്? എ. ഒലിവുമലയിൽ നിന്ന്. ബി. ബഥാനിയായിൽ നിന്ന്. സി. കഫർനാമിൽ നിന്ന്. ഡി. ഗലീലിയിൽ നിന്ന്. ഉത്തരം എ. ഒലിവുമലയിൽ നിന്ന്. ചോദ്യം 56.
എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ് യേശു എവിടെയാണ് താമസിച്ചത്? എ ബഥാനിയായിൽ, ബി ഗലീലിയിൽ, സി കഫർനാമിൽ, ഡി സമരിയായിൽ? ഉത്തരം ബി ഗലീലിയിൽ. ചോദ്യം 57. എന്തു ചോദിച്ചുകൊണ്ടാണ് യഹൂദർ യേശുവിനെ തിരക്കിയത്? എ ഇവൻ തന്നെയോ ക്രിസ്തു, ബി പ്രവാചകൻ എവിടെ, സി അവൻ ആരാണ്, ഡി അവൻ എവിടെ? ഉത്തരം ഡി അവൻ എവിടെ. ചോദ്യം 58. ആളുകൾ യേശുവിനെപ്പറ്റി പരസ്യമായി സംസാരിക്കാതിരുന്നത് എന്തുകൊണ്ട്? എ പുരോഹിതരെ ഭയന്ന്, ബി ജനങ്ങളെ ഭയന്ന്, സി ഫരിസേയരെ ഭയന്ന്, ഡി യഹൂദരെ ഭയന്ന്? ഉത്തരം ഡി യഹൂദരെ ഭയന്ന്. ചോദ്യം 59. ആരുടെ മഹത്വം അന്വേഷിക്കുന്നവനാണ് സത്യവാൻ? എ തന്നെ അയച്ചവൻ്റെ, ബി ദൈവത്തിൻ്റെ, സി കർത്താവിൻ്റെ, ഡി തന്നെ സൃഷ്ടിച്ചവൻ്റെ? ഉത്തരം എ തന്നെ അയച്ചവൻ്റെ. ചോദ്യം 60. ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്? ആരാണ് ഇത് ചോദിച്ചത്? എ സദുക്കായർ, ബി യൂദാ നിവാസികളിൽ ചിലർ, സി ജെറുസലേമിലെ ജനങ്ങൾ, ഡി ജെറുസലേം നിവാസികളിൽ ചിലർ? ഉത്തരം ഡി ജെറുസലേം നിവാസികളിൽ ചിലർ. ചോദ്യം 61. ഇവൻ തന്നെയാണ് ഡാഷ്. ഒരുപക്ഷെ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ? പൂരിപ്പിക്കുക. എ ദൈവപുത്രനെന്ന്, ബി ദാവീദിൻ്റെ പുത്രനെന്ന്, സി ക്രിസ്തുവെന്ന്, ഡി രക്ഷകനെന്ന്? ഉത്തരം സി ക്രിസ്തുവെന്ന്. ചോദ്യം 62. ജനക്കൂട്ടം യേശുവിനെക്കുറിച്ച് പിറുപിറുക്കുന്നത് കേട്ടത് ആര്? എ ശിഷ്യന്മാർ, ബി ഫരിസേയർ, സി അധികാരികൾ, ഡി പുരോഹിതർ? ഉത്തരം ബി ഫരിസേയർ. ചോദ്യം 63. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും യേശുവിനെ ബന്ധിക്കാൻ ആരെയാണ് അയച്ചത്? എ കാവൽക്കാരെ, ബി പടയാളികളെ, സി സേവകരെ, ഡി ദേവാലയ ശുശ്രൂഷകരെ? ഉത്തരം സി സേവകരെ. ചോദ്യം 64. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് പ്രസ്താവിക്കുന്ന സങ്കീർത്തന വാക്യം ഏത്? എ സങ്കീർത്തനങ്ങൾ 69:9, ബി സങ്കീർത്തനങ്ങൾ 89:19, സി സങ്കീർത്തനങ്ങൾ 77:33, ഡി സങ്കീർത്തനങ്ങൾ 123:43? ഉത്തരം എ സങ്കീർത്തനങ്ങൾ 69:9. ചോദ്യം 65. യഹൂദർ യേശുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ലൂക്കാ സുവിശേഷത്തിലെ വാക്യം ഏത്? എ ലൂക്ക 17:3, ബി ലൂക്ക 20:2, സി ലൂക്ക 9:3, ഡി ലൂക്ക 14:12? ഉത്തരം ബി ലൂക്ക 20:2. ചോദ്യം 66. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും എന്നതിനെക്കുറിച്ച് പ്രസ്താവിക്കുന്ന അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വാക്യമേത്? എ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9:14, ബി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 6:14, സി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 11:19, ഡി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12:20? ഉത്തരം ബി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 6:14. ചോദ്യം 67. പരിധി വിട്ടുള്ള ഈ ലോകത്തിലെ അധ്വാനം വ്യർത്ഥമാണ് എന്ന് പ്രസ്താവിക്കുന്ന ഏശയ്യാ വാക്യം ഏത്? എ ഏശയ്യാ 45:22, ബി ഏശയ്യാ 55:2, സി ഏശയ്യാ 18:15, ഡി ഏശയ്യാ 44:28? ഉത്തരം ബി ഏശയ്യാ 55:2. ചോദ്യം 68. യേശുവിൽ ഇടർച്ച തോന്നുന്നവരെക്കുറിച്ച് പരാമർശിക്കുന്ന വിശുദ്ധ മത്തായി സുവിശേഷത്തിലെ വാക്യം ഏത്? എ മത്തായി 5:16, ബി മത്തായി 13:21, സി മത്തായി 22:15, ഡി മത്തായി 11:6? ഉത്തരം ഡി മത്തായി 11:6. ചോദ്യം 69. ദരിദ്രർ ഭൂമിയിൽ എന്നും ഉണ്ടായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമാവർത്തന പുസ്തകത്തിലെ വാക്യം ഏത്? എ നിയമാവർത്തനങ്ങൾ 28:17,
ബി നിയമാവർത്തനം 31:23, സി നിയമാവർത്തനം 15:11, ഡി നിയമാവർത്തനം 25:11. ഉത്തരം സി നിയമാവർത്തനം 15:11. ചോദ്യം 70. താനാണ് ജീവൻ എന്ന് യേശുക്രിസ്തു അരുളി ചെയ്തതിന് സമാനമല്ലാത്ത വാക്യം ഏത്? എ യോഹന്നാൻ 13:2, ബി യോഹന്നാൻ 14:6, സി യോഹന്നാൻ 11:25, ഡി യോഹന്നാൻ 5:26. ഉത്തരം എ യോഹന്നാൻ 13:2. ചോദ്യം 71. താൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് യേശു പ്രഖ്യാപിക്കുന്ന ഒരു വാക്യം ഏത്? എ യോഹന്നാൻ 19:15, ബി യോഹന്നാൻ 14:6, സി യോഹന്നാൻ 9:5, ഡി യോഹന്നാൻ 17:66. ഉത്തരം സി യോഹന്നാൻ 9:5. ചോദ്യം 72. യേശുവാണ് പിതാവായ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തിയത് എന്നതിന് സമാനമായ വാക്യം ഏത്? എ യോഹന്നാൻ 5:46, ബി യോഹന്നാൻ 6:46, സി യോഹന്നാൻ 15:46, ഡി യോഹന്നാൻ 9:26. ഉത്തരം ബി യോഹന്നാൻ 6:46. ചോദ്യം 73. അധ്യായവും വാക്യവും ഏത്? പിന്നീട് യേശു ദേവാലയത്തിൽ വച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. എ യോഹന്നാൻ 5:9, ബി യോഹന്നാൻ 5:10, സി യോഹന്നാൻ 5:11, ഡി യോഹന്നാൻ 5:14. ഉത്തരം ഡി യോഹന്നാൻ 5:14. ചോദ്യം 74. അധ്യായവും വാക്യവും ഏത്? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. എ യോഹന്നാൻ 5:10, ബി യോഹന്നാൻ 5:11, സി യോഹന്നാൻ 5:24, ഡി യോഹന്നാൻ 5:15. ഉത്തരം സി യോഹന്നാൻ 5:24. ചോദ്യം 75. അധ്യായവും വാക്യവും ഏത്? സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. എൻ്റെ വിധി നീതിപൂർവകവുമാണ്. കാരണം എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. എ യോഹന്നാൻ 5:11, ബി യോഹന്നാൻ 5:12, സി യോഹന്നാൻ 5:25, ഡി യോഹന്നാൻ 5:30. ഉത്തരം ഡി യോഹന്നാൻ 5:30. ചോദ്യം 76. അധ്യായവും വാക്യവും ഏത്? എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല. എ യോഹന്നാൻ 5:12, ബി യോഹന്നാൻ 5:13, സി യോഹന്നാൻ 5:37, ഡി യോഹന്നാൻ 5:31. ഉത്തരം സി യോഹന്നാൻ 5:37. ചോദ്യം 77. അധ്യായവും വാക്യവും ഏത്? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. ദൈവകോപം അവൻ്റെ മേൽ ഉണ്ട്. എ യോഹന്നാൻ 3:21, ബി യോഹന്നാൻ 3:36, സി യോഹന്നാൻ 3:31, ഡി യോഹന്നാൻ 3:23. ഉത്തരം ബി യോഹന്നാൻ 3:36. ചോദ്യം 78. അധ്യായവും വാക്യവും ഏത്? യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എ യോഹന്നാൻ 3:22, ബി യോഹന്നാൻ 3:37, സി യോഹന്നാൻ 4:13, ഡി യോഹന്നാൻ 3:24. ഉത്തരം സി യോഹന്നാൻ 4:13. ചോദ്യം 79. താൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ആരാകില്ലായിരുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ അപ്പസ്തോലൻ, ബി ക്രിസ്തു ശിഷ്യൻ, സി സുവിശേഷ പ്രഘോഷകൻ, ഡി ക്രിസ്തുവിൻ്റെ ദാസൻ. ഉത്തരം ഡി ക്രിസ്തുവിൻ്റെ ദാസൻ. ചോദ്യം 81.
കേപ്പായെ കാണാൻ പൗലോസ് ജെറൂസലേമിലേക്ക് പോയത് എത്ര വർഷത്തിന് ശേഷമാണ് എന്നും അവിടെ എത്ര ദിവസം താമസിച്ചു എന്നും വാക്യം 1:18 പറയുന്നു. എ 3 വർഷത്തിന് ശേഷം 30 ദിവസം, ബി 3 വർഷത്തിന് ശേഷം 15 ദിവസം, സി 4 വർഷത്തിന് ശേഷം 14 ദിവസം, ഡി 5 വർഷത്തിന് ശേഷം 15 ദിവസം. ഉത്തരം ബി 3 വർഷത്തിന് ശേഷം 15 ദിവസം. ചോദ്യം 82. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലോ അതോ ഡാഷ് നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? പൂരിപ്പിക്കുക. എ വിശ്വാസത്തിൻ്റെ അനുസരണം, ബി സത്യം, സി വചനം, ഡി സുവിശേഷം. ഉത്തരം എ വിശ്വാസത്തിൻ്റെ അനുസരണം. ചോദ്യം 83. നിയമാനുഷ്ഠാനം വഴി ഒരുവനും ഡാഷ്. പൂരിപ്പിക്കുക. എ വിശുദ്ധീകരിക്കപ്പെടുകയില്ല, ബി നീതീകരിക്കപ്പെടുകയില്ല, സി രക്ഷിക്കപ്പെടുകയില്ല, ഡി ദൈവപുത്രനാകുന്നില്ല. ഉത്തരം ബി നീതീകരിക്കപ്പെടുകയില്ല. ചോദ്യം 84. അധ്യായവും വാക്യവും ഏത്? ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എ ഗലാത്യ 1:17, ബി ഗലാത്യ 1:18, സി ഗലാത്യ 3:13, ഡി ഗലാത്യ 2:11. ഉത്തരം സി ഗലാത്യ 3:13. ചോദ്യം 85. അധ്യായവും വാക്യവും ഏത്? തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ ബലിയർപ്പിച്ചു. എ ഗലാത്യ 1:15, ബി ഗലാത്യ 1:16, സി ഗലാത്യ 1:17, ഡി ഗലാത്യ 1:4. ഉത്തരം ഡി ഗലാത്യ 1:4. ചോദ്യം 86. സമാന വാക്യം ഏത്? ഗലാത്യ 4:13, എ റോമ 8:21, ബി ഏശയ്യ 28 അധ്യായം 28 മുതൽ 30 വരെ വാക്യങ്ങൾ, സി ലൂക്ക 12:19, ഡി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:6. ഉത്തരം ഡി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:6. ചോദ്യം 87. സമാന വാക്യം ഏത്? ഗലാത്യ 4:22, എ ലൂക്ക 12:19, ബി റോമ 11:35, സി ഉൽപ്പത്തി 16:15, ഡി ഉൽപ്പത്തി 2:8. ഉത്തരം സി ഉൽപ്പത്തി 16:15. ചോദ്യം 88. അധ്യായവും വാക്യവും ഏത്? എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. എ ഗലാത്യ 5:18, ബി ഗലാത്യ 5:19, സി ഗലാത്യ 6:8, ഡി ഗലാത്യ 5:21. ഉത്തരം സി ഗലാത്യ 6:8. ചോദ്യം 89. എൽക്കാന കൂടുതൽ സ്നേഹിച്ചിരുന്ന ആർക്കാണ് ഒരംശം മാത്രം ഓഹരി കൊടുത്തിരുന്നത്? എ ഹന്ന, ബി പെനീന്ന, സി ഓർഫ, ഡി റൂത്ത്. ഉത്തരം എ ഹന്ന. ചോദ്യം 90. ദേവാലയത്തിൻ്റെ വാതിൽപ്പടിക്ക് സമീപം ആരാണ് ഇരുന്നിരുന്നത്? എ വൃദ്ധനായ ഏലി, ബി വയോധികനായ ഏലി, സി ദൈവപുരുഷനായ ഏലി, ഡി പുരോഹിതനായ ഏലി. ഉത്തരം ഡി പുരോഹിതനായ ഏലി. ചോദ്യം 91. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആരെയാണ് ഏലി ശ്രദ്ധിച്ചത്? എ പുരോഹിതൻ, ബി ദേവാലയ ശുശ്രൂഷകൻ, സി ഹന്ന, ഡി സാമുവൽ. ഉത്തരം സി ഹന്ന. ചോദ്യം 92. ദാഗോൻ്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും എവിടെയുള്ള വാതിൽപ്പടിയിലാണ് ചവിട്ടാത്തത്? എ അഷ്ദോദിലുള്ള ബാലിൻ്റെ, ബി അഷ്ദോദിലുള്ള മോളക്കിൻ്റെ, സി അഷ്ദോദിലുള്ള ദാഗോൻ്റെ, ഡി അഷ്കലോണിലുള്ള ദാഗോൻ്റെ. ഉത്തരം സി അഷ്ദോദിലുള്ള ദാഗോൻ്റെ. ചോദ്യം 93.
1 സാമുവേൽ 5:6 പ്രകാരം കർത്താവിൻ്റെ കരം ആർക്കെതിരെയാണ് പ്രബലമായത്? എ. ഇസ്രായേൽ ജനത്തിനെതിരെ, ബി. ഫിലിസ്ത്യർക്കെതിരെ, സി. ഏലിയുടെ മക്കൾക്കെതിരെ, ഡി. അഷ്ദോദിലുള്ള ജനങ്ങൾക്കെതിരെ. ഉത്തരം ഡി. അഷ്ദോദിലുള്ള ജനങ്ങൾക്കെതിരെ. ചോദ്യം 94. വീരന്മാരുടെ എന്താണ് തകരുന്നത്? എ. മനോധൈര്യം, ബി. മനോവീര്യം, സി. വില്ലുകൾ, ഡി. വാളുകൾ. ഉത്തരം സി. വില്ലുകൾ. ചോദ്യം 95. ഇസ്രായേല്യർ എവിടെ നിന്ന് എവിടെ വരെയാണ് ഫിലിസ്ത്യരെ പിന്തുടർന്നു വധിച്ചത്? എ. ബഥേലിൽ നിന്ന് ബത്ത്ഹാർ വരെ, ബി. മിസ്പായിൽ നിന്ന് ഗിൽഗാൽ വരെ, സി. മിസ്പായിൽ നിന്ന് ബഥേൽ വരെ, ഡി. മിസ്പായിൽ നിന്ന് ബത്ത്ഹാർ വരെ. ഉത്തരം ഡി. മിസ്പായിൽ നിന്ന് ബത്ത്ഹാർ വരെ. ചോദ്യം 96. സാമുവൽ ഏതൊക്കെ സ്ഥലങ്ങളുടെ മധ്യേയാണ് കല്ല് സ്ഥാപിച്ചത്? എ. മിസ്പായ്ക്കും ജഷാനയ്ക്കും മധ്യേ, ബി. ബഥേലിനും ജഷാനയ്ക്കും മധ്യേ, സി. ഗിൽഗാലിനും ജഷാനയ്ക്കും മധ്യേ, ഡി. മിസ്പായ്ക്കും ബഥേലിനും മധ്യേ. ഉത്തരം എ. മിസ്പായ്ക്കും ജഷാനയ്ക്കും മധ്യേ. ചോദ്യം 97. സാമുവൽ കർത്താവിൻ്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നു എന്ന് എവിടെയുള്ള ഇസ്രായേൽ ജനം മുഴുവനുമാണ് അറിഞ്ഞത്? എ. ദാൻ മുതൽ ഹെബ്രോൻ വരെയുള്ള, ബി. ദാൻ മുതൽ ബേർഷബ വരെയുള്ള, സി. ഷീലോ മുതൽ ബേർഷബ വരെയുള്ള, ഡി. ദാൻ മുതൽ ജെറുസലേം വരെയുള്ള. ഉത്തരം ബി. ദാൻ മുതൽ ബേർഷബ വരെയുള്ള. ചോദ്യം 98. അധ്യായവും വാക്യവും ഏത്? കർത്താവ് അവനോട് പറഞ്ഞു, ഇസ്രായേൽ ജനതയോട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുകയാണ്, അത് കേൾക്കുന്നവൻ്റെ ഇരു ചെവികളും തരിച്ചു പോകും. എ. ഗലാത്യ 5:22, ബി. 1 സാമുവേൽ 2:4, സി. 1 സാമുവേൽ 2:10, ഡി. 1 സാമുവേൽ 3:11. ഉത്തരം ഡി. 1 സാമുവേൽ 3:11. ചോദ്യം 99. അധ്യായവും വാക്യവും ഏത്? കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു, അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു. എ. 1 സാമുവേൽ 4:5, ബി. 1 സാമുവേൽ 2:5, സി. 1 സാമുവേൽ 2:11, ഡി. 1 സാമുവേൽ 3:12. ഉത്തരം എ. 1 സാമുവേൽ 4:5. ചോദ്യം 100. സോളമൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്ന 1 രാജാക്കന്മാരിലെ ഭാഗമേത്? എ. 1 രാജാക്കന്മാർ 4:29 മുതൽ 31 വരെ, ബി. 1 രാജാക്കന്മാർ 7:23-27, സി. 1 രാജാക്കന്മാർ 9:29, 33, ഡി. 1 രാജാക്കന്മാർ 4:30-34. ഉത്തരം എ. 1 രാജാക്കന്മാർ 4-ാം അധ്യായം 29 മുതൽ 31 വരെ വാക്യങ്ങൾ. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.